ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കൊത്തച്ചക്കത്തോരൻ, അതായത് ഇടിച്ചക്കത്തോരൻ. ഞങ്ങൾ ഇടിച്ചക്ക എന്നാണ് പറയുന്നത്, ചിലവർ കൊത്തച്ചക്കയെന്നും പറയാറുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ മാർക്കറ്റിൽ പോയപ്പോഴാണ് ചക്ക ഇരിക്കുന്ന കണ്ടത്. സീസണൊന്നും തുടങ്ങാത്തതുകൊണ്ട് നല്ല വിളഞ്ഞ ചക്കയൊന്നും കിട്ടിയില്ല. എന്തായാലും കിട്ടിയതാവട്ടെ എന്ന് കരുതി ഒരു തോരൻ വെക്കാലോ എന്ന് കരുതി ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്ത്, കാരണം നമുക്ക് അതിനകത്തുനിന്ന് കൊത്തി കൊത്തി അരിയാനുള്ളതായിട്ട്, അതായത് ഫുള്ളായിട്ടുള്ള ചക്കയല്ല. പിന്നെ നമുക്കല്ലാതെ വേവിക്കാനും പറ്റത്തില്ല, ചുളയൊന്നും വിളഞ്ഞിട്ടുമില്ല. എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെറിയ ചെറിയ അവർ ചെറിയ വലിയ പീസസ് ആക്കിയാണ് തന്നേക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇടുന്നുണ്ട്. കാരണം ഇത് ഒന്ന് 3-4-5 വിസിലടിക്കുന്നത് വരെ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാമെങ്കിൽ എളുപ്പമാണ്. അല്ലാതെ വേവിക്കാനായിട്ട് വേവാൻ ഇച്ചിരി പാടാവും. കാരണം അതിനകത്ത് നമ്മൾ എല്ലാം ഇടുന്നുണ്ട്, ഒന്നും അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. നമ്മളല്ലാതെ കഴുകിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇടുകയാണ്. നമ്മൾ കൊത്തച്ചക്ക എങ്ങനെ കൊത്തി അരിയത്തില്ല, അതേപോലെ തന്നെ ആക്കിയിട്ടിടണം. കാരണം ചക്കക്കുരു ഒന്നും അധികം വിളഞ്ഞല്ല. പിന്നെ ഇത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 5 വിസിലടിച്ചപ്പോൾ ഞാൻ ഇങ്ങെടുത്തു. ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. പക്ഷേ നമുക്ക് ചക്ക വേവിച്ച് കഴിക്കുന്ന പോലെ ഒന്ന് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ വേവിച്ചിട്ട് ഞാൻ നന്നായി തവി വെച്ച് നന്നായി ഉടച്ചെടുത്തിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങ ചതച്ചതും. തേങ്ങ അരയ്ക്കാൻ നേരത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല, കാരണം ചക്കയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചല്ലായിരുന്നു വേവിച്ചത്. അതുകൊണ്ട് അതിനാവശ്യമായ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒക്കെ ഇട്ട് നന്നായി ഇളക്കി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഹീറ്ററിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് കടുക് വറുത്തിടാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്തേക്ക് കടുകും വറ്റൽമുളകും നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ചക്കയിലിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇടിച്ചക്ക തോരന്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതേപോലെ തന്നെ മോനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടിച്ചക്കയും. അത് ഇടിച്ചക്കയല്ല, ചക്ക വേവിച്ചതും ചീനിയും നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ നമുക്ക് ഇടിച്ചക്കയുടെ കഴിക്കാനായിട്ട് ഇന്നലത്തെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് മോരിനകത്ത് നമ്മൾ നന്നായി പച്ചമുളകൊക്കെ ചതച്ചിട്ട് ഈ ഇടിച്ചക്ക മുകളിലേക്ക് നമ്മൾ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 65 മോഡൽ ചെയ്തതാണ്. അങ്ങനെ അതും ഉണ്ടായിരുന്നു. അതുമായിട്ട് ഒന്ന് നല്ല ടേസ്റ്റായിരുന്നു എല്ലാം കൂടെ കഴിക്കാൻ. കാരണം ആദ്യം തന്നെ ഞാൻ കഴിച്ചു നോക്കി, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമല്ലോ മോന് കൊടുക്കാൻ. മോന് നമ്മൾ ഇവിടെ ആണെങ്കിലും അവനിങ്ങനെ ചീനിയും ചക്കയും പിന്നെ ദോശ ഇഡലിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് അവനെയും വിളിച്ച് കൊടുത്തു. ആൾ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. എനിക്കും ഭയങ്കര ഇഷ്ടമായി കഴിച്ച് കഴിഞ്ഞപ്പം. കാരണം നമുക്ക് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനെ ചക്ക ഇതൊക്കെ കിട്ടത്തുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്ന അവസരത്തിലൊക്കെ കാണുവാണെങ്കിൽ വാങ്ങിക്കാറുണ്ട്. മോനും കണ്ടോ ഭയങ്കര. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.